പറയുന്നു, മാ റഅയ്തു സ്വാമ ഫീ ശഹ്രിൻ അക്സറ മിൻ സിയാമിഹി ഫീ ശഅബാൻ. നബി തങ്ങൾ ശഅബാനിൽ നോമ്പ് പിടിക്കും. അത്രയ്ക്കും വേറെ ഒരു മാസം റമളാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, അതിന് പ്രാധാന്യം കൊടുത്ത ഒരു മാസം ശഅബാൻ മാസമാണ്. മഹാന മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റജബിൽ നോമ്പെടുക്കുന്ന ചില ആളുകളെ കുറിച്ച് നബിയോട് പറയപ്പെട്ടപ്പോൾ, പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞ മറുപടി, അവര് ശഅബാനിനെ നോമ്പിനെ തൊട്ട് എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാസത്തിലും അവർ നോമ്പ് പിടിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിൽ മാത്രമല്ല, ശഅബാനിലും നോമ്പ് പിടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാനിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പകല് നോമ്പ് പിടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ശഅബാനിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുത്താൽ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നോമ്പെടുത്താൽ അവന്റെ ശരീരത്തിന് അല്ലാഹു നരകം ഹറാമാക്കുന്നതാ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകം അവന്റെ ശരീരത്തിന് അല്ലാഹു ഹറാമാക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനായിരിക്കുമെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തില് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ കൂട്ടുകാരനായിരിക്കും. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെയും ദാവൂദ് നബിയുടെയും പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ എന്ന് പറയുന്ന മാസത്തില് ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ ഹവ്വനല്ലാഹു അലൈഹി സകറാത്തിൽ മൗത്ത് വദഫഅ അൻഹു ളുൽമത്തൽ ഖബ്ർ വഹുവ മുൻകറൻ വനകീർ വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് പിടിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ. ഇനിയെങ്കിലും ചിന്തിക്ക് സഹോദര, ഇനിയെങ്കിലും നീയൊന്ന് തീരുമാനിക്ക്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം, നരകത്തിന് അവന്റെ ശരീരം ഹറാമാണ്, നരകത്തിന്റെ തീയവനെ തൊടൂല, നരകത്തിന്റെ തീയവനെ തൊടൂല. രണ്ട്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ കൂടെ സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ കൂട്ടുകാരാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത നബിയാണല്ലോ. ആ അയ്യൂബ് നബിയുടെയും ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാം, അവരുടെ പ്രതിഫലം അല്ലാഹു അവന് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പല്ല 3 നോമ്പല്ല, നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പ് പിടിച്ചാൽ അല്ലാഹു പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഹവ്വനല്ലാഹു അലൈഹി
സകറാത്തിൽ മൗത്ത്. അല്ലാഹു നിന്റെ മരണമുണ്ടല്ലോ, നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്. നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാണ്. നിന്റെ മരണം അല്ലാഹു എളുപ്പമാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പ് പിടിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅബാൻ ആദരിക്കുന്നതിലൂടെ ഈ മരണത്തിന് നിശ്ചയിക്കുന്ന രാത്രിയാണല്ലോ, അസ്റായിലിന്റെ കയ്യിലേക്ക് പേര് കൊടുക്കുന്ന രാത്രിയാണല്ലോ. ആ രാത്രിയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് ശഅബാനിലെ നോമ്പ് പിടിച്ചാൽ അല്ലാഹുവിന്റെ മരണം എളുപ്പമാക്കുകയാ. അവന്റെ ഖബറിന്റെ ഇരുളുണ്ടല്ലോ, അവന്റെ ഖബറിന്റെ ഞെരുക്കമുണ്ടല്ലോ, അവന്റെ ഖബറിൽ അദാബുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, അവന്റെ ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുകയാ. മുൻകറും വനകീർ, അവര് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ വരുന്ന മലക്കുകളുടെ ചോദ്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, എത്ര പഠിച്ചു വെച്ചാലും മറന്നു പോകുമല്ലോ, എത്ര പഠിച്ചു വെച്ചാലും പറയാൻ കഴിയില്ലല്ലോ. ആ മലക്കുകളുടെ ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ നിനക്ക് ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാനിലെ നോമ്പ് കൊണ്ട് നിനക്കതിന് കഴിയുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, വസതറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ ഒരാളും വസ്ത്രം ധരിക്കാതെ നഗ്നരായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. മാതാപിതാക്കൾ പ്രസവിച്ചിട്ടതുപോലെ എഴുന്നേറ്റ് വരിക. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം ഇത് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, നോക്കത്തില്ലേ ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് കാണില്ലേ? നബി തങ്ങൾ പറഞ്ഞതില്ല എന്നാ. ഒരാൾക്കും അന്ന് തല ഉയർത്തി മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കാൻ കഴിയില്ല, അത്രയും ഭയം, അതിനുള്ള ധൈര്യമില്ലാത്ത ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നവരുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിച്ചവൻ ഔറത്ത് മറച്ചവനായി നാളെ പരലോകത്ത് വരുമെന്ന് നബിയിന റസൂലുള്ളാഹി. നാളെ അതാണ് നമുക്ക് അല്ലാഹു തരുന്ന ഒരു ശ്രേഷ്ഠത, ഔറത്ത് മറച്ചുകൊണ്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരാം. എന്തിന്റെ പേരിൽ? ഈ മാസത്തെ ആദരിച്ചതിന്റെ പേരിൽ, ഈ മാസത്തെ ബഹുമാനിച്ചതിന്റെ പേരിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, ഇത് എന്റെ മാസം, ഈ മാസത്തെ ആദരിക്കുന്നവർ ബഹുമാനിക്കുന്നവർ നാളെ പരലോകത്ത് വരുമ്പോ ഒരു പ്രയാസവും പേടിക്കണ്ട, അവർ യാതൊരു ഭയവും വേണ്ട, ഞാൻ അവരെ കാത്തു നിൽക്കും. നാളെ പരലോകത്ത് ഞാൻ അവരെ കാത്തു നിൽക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രാവ് നമുക്ക് എത്ര നന്മകൾ ചെയ്യാൻ കഴിയുമോ, അള്ളാഹുവിലേക്ക് എത്ര നന്മകൾ ചെയ്തുകൊണ്ട് അടുക്കാൻ കഴിയുമോ അത്രയും നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.